രണ്ട് സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്ന് KEC ഇന്റർനാഷണൽ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം KEC ഇന്റർനാഷണൽ 0.23% ഇടിഞ്ഞ് 884 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 22,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 65.54, 52 വീക്ക് ഹൈ 968, 52 വീക്ക് ലോ 580. KEC ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന RPG ഗ്രൂപ്പ് കമ്പനിക്ക് 1,100 കോടി രൂപയുടെ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ പ്രോജക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. മിഡിൽ ഈസ്റ്റ്, ആസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് RPG ഗ്രൂപ്പിലെ ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 765 kV ട്രാൻസ്മിഷൻ ലൈനും GIS സബ്സ്റ്റേഷനും സപ്ലൈ ചെയ്യാൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ കമ്പനിയിൽ നിന്നും 132 kV ട്രാൻസ്മിഷൻ ലൈൻ സപ്ലൈ ചെയ്യുന്നതിന് UAEയിൽ നിന്നും ആസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ടവർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറുമാണ് കമ്പനിക്ക് ലഭിച്ചത്. ഈ മാസം തന്നെ കമ്പനിക്ക് 2,027 കോടി രൂപയുടെ മറ്റൊരു ഓർഡർ മുമ്പ് ലഭിച്ചിരുന്നു. അതിൽ 1,025 കോടി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കേബിൾ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യുന്നതിനായിരുന്നു. വെസ്റ്റ് ആഫ്രിക്കയിലേക്കും അമേരിക്കയിലേക്കും ടവർ സപ്ലൈ ചെയ്യുന്നതിനും കൂടാതെ UAEയിലെ ചില റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളും ഉൾപ്പെടെയാണ് കമ്പനിക്ക് 2,027 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. ഇതിനു മുൻപ് രാജസ്ഥാനിൽ ഫോട്ടോ വോൾട്ടായിക് പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിന് കമ്പനിക്ക് വളരെ വലിയ ഒരു ഓർഡർ ലഭിച്ചിരുന്നു. തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്ന പവർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ സെഗ്മെൻറ്റിലെ പ്രത്യേകിച്ചും EPC അതായത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ വിഭാഗത്തിലെ ഒരു കമ്പനിയാണ് KEC ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി. KEC ഇന്റർനാഷണൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏകദേശം 600% റിട്ടേൺ നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 37,000 കോടി രൂപയുടെ L1 ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 2024 മാത്രം 7,000-ലധികം ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. KEC ഇന്റർനാഷണൽ എന്ന കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 10.9% നിന്നും 12.45% ഉയർത്തി. സ്റ്റോക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകുകയും ചെയ്തു. 2024 തുടക്കത്തിൽ 600 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് 950 വരെ ഉയർന്നിരുന്നു. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ KEC ഇന്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം 850 പ്രധാന സപ്പോർട്ടാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് 950 എന്ന ലെവലിലേക്ക് ഉയരാനും പിന്നീട് 950-ൽ ബ്രേക്കൗട്ട് വരാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഗാർഡൻ റിസർച്ച് ഷിപ്പ് ബിൽഡർ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഉയർന്ന് 2,575 ക്ലോസിംഗ് നൽകി. 29,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 82.56, 52 വീക്ക് ഹൈ 8,333, 52 വീക്ക് ലോ 577. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ, അതായത് ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് അവറിൽ 840 കോടി രൂപയുടെ ഒരു 840 രൂപയുടെ റിസർച്ച് വെസൽ നിർമ്മിക്കാനുള്ള ഓർഡർ നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷൻ റിസർച്ചിൽ നിന്നും ലഭിച്ചിരുന്നു. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ തന്നെ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും സ്റ്റോക്ക് 3% ഉയരുകയും ചെയ്തു. 7,500 DWT ശേഷിയുള്ള 4 മൾട്ടിപർപ്പസ് വെസൽ നിർമ്മിക്കാനുള്ള ഓർഡർ ജൂൺ 22-ാം തീയതി, അതായത് കഴിഞ്ഞ മാസവും കമ്പനിക്ക് ലഭിച്ചിരുന്നു. $54 മില്യൺ ഓർഡറാണ് അന്ന് കമ്പനിക്ക് ലഭിച്ചത്. തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്ന, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓർഡറുകൾ ലഭിക്കുന്ന ഒരു കമ്പനിയായി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ ഡിഫൻസ് എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന കമ്പനി കൂടിയായി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ മാറിയിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ ഉൾപ്പെടെയുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെല്ലാം മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത്. പല കമ്പനികളും ഒരു വർഷം കൊണ്ട് മാത്രം 200%-ന് മുകളിൽ റിട്ടേൺ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറിനെ സംബന്ധിച്ചിടത്തോളം 2,450 പ്രധാന സപ്പോർട്ടും 2,780, 2,800 തുടങ്ങിയ സോണുകൾ റെസിസ്റ്റൻസുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.